നമസ്കാരം. എക്സോലോജിക്കിൽ വീണ വിജയനെതിരെ പരാതിയുമായി മുമ്പോട്ട് പോകുന്നത് ഷോൺ ജോർജാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്പനികാര്യ വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലാണ്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച പിന്തുണ ഷോൺ ജോർജ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുറപ്പാക്കി തന്നെയാണ് ജനപക്ഷം BJPക്കൊപ്പം പോയതും. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകൾ നിർണായകമാകും. PC ജോർജിനെ പല കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചതാണ്. അതൊന്നും പക്ഷേ ഒരു പരിധിക്കപ്പുറം വിജയിച്ചില്ല എന്ന് മാത്രം. ഇതിനു ശേഷമാണ് എക്സോലോജിക്കിൽ അടക്കം നിർണായക ഇടപെടലുകൾ ഷോൺ നടത്തിയത്. പരാതികളിൽ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കമ്പനികാര്യ വകുപ്പിന്റെ അന്വേഷണം അനിവാര്യമാക്കിയത്. ഇതിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കും വിധമാണ് PCയും മകനും BJP പാളയത്തിൽ എത്തുന്നത്. എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്രത്തിന്റെയും BJPയുടെയും പിന്തുണ PC ജോർജ് ആഗ്രഹിക്കുന്നുണ്ട്. അതുറപ്പാക്കിയാണ് PC ജോർജിന്റെ BJPയിലേക്കുള്ള ചുവടുമാറ്റം. പത്തനംതിട്ട സീറ്റിൽ നിന്ന് മത്സരിക്കണമെന്ന കടുംപിടുത്തമൊന്നും PCക്കില്ല. പക്ഷേ ആ സീറ്റ് തന്നിലേക്ക് വന്നു ചേരുമെന്ന ഉറച്ച ആത്മവിശ്വാസം അത് PC ജോർജിനുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണുവെച്ച കേന്ദ്ര മന്ത്രി പദവി PCക്ക് കിട്ടും. അപ്പോൾ ഷോൺ ജോർജിന്റെ കാര്യമോ? പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നൽകാൻ BJPക്ക് യാതൊരു മടിയുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷനായാണ് ഷോൺ ജോർജിനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. PC ജോർജിന്റെ BJPയിലേക്കുള്ള വരവ് ലോക്സഭയിൽ പ്രതിഫലിച്ചാലാകും ഈ മാറ്റം ഉണ്ടാകുക. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ ഉണ്ണി മുകുന്ദനാണ് BJPയുടെ പ്രഥമ പരിഗണന. ഉണ്ണി മുകുന്ദനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായി മാറ്റി നിർത്തിയാൽ PCക്ക് നറുക്കു വീഴും. പത്തനംതിട്ടയിൽ കടുംപിടുത്തം ഉണ്ടാകരുതെന്ന BJP ദേശീയ നേതൃത്വം PC ജോർജിനെ അറിയിച്ചിരുന്നു. ഇത് PCയും സമ്മതിച്ചതാണ്. അതാണ് മുന്നേ പറഞ്ഞതും. തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ ISROയിലെ ഉന്നതൻ, തൃശൂരിൽ സുരേഷ് ഗോപി എന്നിങ്ങനെയാണ് BJPയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V മുരളീധരനും. ഈ സാഹചര്യത്തിൽ ഈ 3 മണ്ഡലങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ എല്ലാം നേടുകയാണ് BJPയുടെ ലക്ഷ്യം. പത്തനംതിട്ടയിലും കരുത്തു കാട്ടണം. അതുകൊണ്ട് തന്നെ PC ജോർജിനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താരപ്രചാരകനായി അവതരിപ്പിക്കാനാണ് നീക്കം. BJPയുടെ പരീക്ഷണം ജയിച്ചാൽ ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ള കോട്ടയത്ത് PC ജോർജിന്റെ മകനെ പാർട്ടി അധ്യക്ഷനാക്കും. ഇതിലൂടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ആ വിഭാഗത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എക്സോലോജിക്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്ന ആവശ്യം അതിവേഗം അംഗീകരിച്ചതോടെ PC ജോർജും സന്തോഷത്തിലാണ്. ജനപക്ഷം സെക്യുലർ നേതാവും 7 വട്ടം MLAയുമായ PC ജോർജ് BJPയിൽ എത്തുന്നതിനെ പ്രതീക്ഷയോടെയാണ് പാർട്ടി കാണുന്നത്. കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി BJPയിൽ ലയിക്കുകയായിരുന്നു. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും കേന്ദ്രമന്ത്രിമാരായ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും BJP ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളും ചേർന്ന് PC ജോർജിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. PC ജോർജിന്റെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജും അംഗത്വം സ്വീകരിച്ചു. കേരളത്തിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് ഇപ്പോൾ PC ജോർജ്. ഈ വിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ജോർജിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലയനത്തിന്റെ ഭാഗമായി കേരളത്തിൽ വലിയ റാലി നടത്തും. ഇത് കോട്ടയത്തോ പത്തനംതിട്ടയിലോ ആകും. മുതിർന്ന കേന്ദ്ര നേതാക്കൾ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇനിയും ക്രൈസ്തവ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത് എന്നാണ് PC ജോർജിനെ സ്വീകരിച്ചുകൊണ്ട് പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ ഏത് പാർട്ടിക്കാരോട് ചോദിച്ചാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് പറയും. എന്നാൽ 2019 പലരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് വിശ്വസിച്ചു. 2019 തിരഞ്ഞെടുപ്പ് പോലെയല്ല കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. PC ജോർജിന്റെയും ഭാവിയിൽ വരാനിരിക്കുന്നവരുടെയും മികവിൽ കുറഞ്ഞത് 5 സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കുമെന്നാണ് ജാവ്ദേക്കർ അവകാശപ്പെട്ടത്.
LDFിനും UDFിനും കേരളത്തിൽ ഒരേ മനസ്സാണെന്നാണ് PC ജോർജ് പറഞ്ഞത്. രാഷ്ട്രീയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തെ നമ്പർ 1 നേതാവായി മോദി മാറിയെന്ന് കേരളത്തിലെ ജനം അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ പോലും അവഹേളിക്കുന്നത് ശരിയല്ലെന്ന ബോധ്യം കേരളത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്നും PC ജോർജ് പറഞ്ഞിരുന്നു. നന്ദി.